തൃശൂർ ഡിസിസിക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ. ടി.എൻ. പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററാണ് പതിച്ചത്. പ്രതാപൻ RSS സംഘപരിവാർ ഏജന്റാണെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ KPCC ഉപസമിതി ഇന്നെത്താനിരിക്കെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. തൃശൂരിലെ പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ ഇടയില്ല എന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. കർശന നിർദ്ദേശത്തിനു ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കും. ഉപസമിതി അംഗങ്ങൾ നടത്തുന്ന അന്വേഷണം വളരെ ഗൗരവമുള്ളതാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഒന്നോ രണ്ടോ പോസ്റ്റർ ഒന്നും സംഭവിക്കില്ല. വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നടപടിയുണ്ടാവും. പാർട്ടിക്കാരാകാൻ സാധ്യതയില്ല. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് പാർട്ടി ഇതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റാരെങ്കിലും ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയായിരിക്കും. എന്തായാലും പരിശോധിക്കാം. ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. ലെവിൻ, ആദ്യം ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് K. മുരളീധരന് വേണ്ടിയായിരുന്നു. തൃശൂരിൽ ആരംഭിച്ച പോസ്റ്റർ പിന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ആ പോസ്റ്റർ കണ്ടു. ഇപ്പോഴത്തെ പോസ്റ്റർ T.N. പ്രതാപനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാണ്. മാത്രമല്ല സംഘപരിവാറിന്റെ ഏജന്റ് ആണ് എന്നതടക്കം ഗുരുതരമായ പരാമർശങ്ങൾ ഈ പോസ്റ്ററിൽ വരുന്നു. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം VK ശ്രീകണ്ഠൻ പറഞ്ഞത് വിഴുപ്പലക്കൽ വേണ്ട DCC ഓഫീസിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് കർശന വിലക്ക് എന്നാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇതേ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സേതുലക്ഷ്മി, ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ രൂക്ഷമാക്കിയിരിക്കുന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അതിലൊട്ടും അയവ് വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ന് DCC പ്രസിഡന്റിന്റെ കർശന നിർദ്ദേശം ചുമതല ഏറ്റെടുത്ത ഉടനെ VK ശ്രീകണ്ഠൻ ചെയ്തത്. ഈ പോസ്റ്റർ പ്രചാരണം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രവർത്തകർ ഇടപെടരുത്, നേതാക്കൾ അതിൻ്റെ ഭാഗമാക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടും അതിനെ ഗൗനിക്കാതെ ഇന്ന് വീണ്ടും പോസ്റ്റർ എത്തിയിരിക്കുന്നു. K. മുരളീധരൻ്റെ പരാജയത്തിന് മുഖ്യ കാരണക്കാരനായി പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയത് മുൻ MP കൂടിയായിട്ടുള്ള T.N. പ്രതാപനെയാണ്. T.N. പ്രതാപൻ്റെ നീക്കങ്ങളുടെ ഫലമാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്നുള്ളൊരു ആരോപണം പ്രവർത്തകർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലൂടെയും. RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഏജന്റാണ് T.N. പ്രതാപൻ എന്നുള്ളതാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ T.N. പ്രതാപൻ വിദേശത്ത് ടൂർ പോയി ബിനാമി കച്ചവടം നടത്തുകയായിരുന്നു. പാർട്ടി നേതാക്കളെ അടക്കം ഇത്തരത്തിൽ വിലക്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്നുള്ള ആരോപണം ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലും ഇന്ന് KPCC ഉപസമിതി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കാൻ ദേശീയ നേതൃത്വത്തിൻ്റെ അടക്കം നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ജില്ലയിലെത്തിയ ദിവസം തന്നെയാണ് ഇത്തരം ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത്, അല്ലെങ്കിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലും പ്രവർത്തകർ K. മുരളീധരൻ്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ പിന്നോട്ട് പോക്കിന് തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പോസ്റ്റർ പ്രചാരണം അതിൻ്റെ സൂചനകൾ തന്നെയാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ K. മുരളീധരൻ പരാജയപ്പെട്ടതിന് പിന്നാലെ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ഇരുഭാഗങ്ങളായി ലെവിൻ, എന്താണെങ്കിലും VK ശ്രീകണ്ഠൻ ഇന്നിപ്പോ ഉച്ചതിരിഞ്ഞ ഭാരവാഹികളുടെ പരാതിയൊക്കെ കേൾക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയത്തിനു ശേഷം പൊട്ടിപ്പുറപ്പെട്ട പോസ്റ്റർ യുദ്ധം അത് ഇനിയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ പുതിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് T.N. പ്രതാപനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ വിഷയത്തിൽ ഇന്നിപ്പോ നടക്കുന്ന ചർച്ചയിൽ ഒരുപക്ഷെ പോസ്റ്റർ യുദ്ധം അവസാനിപ്പിക്കാൻ തക്ക ഒരു കർശന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നേക്കും. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.